നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗ്രാമീണ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. പെരുങ്ങോട്ടുകരയിൽ യുവാവിനെ വീട്ടിൽ കയറി മർദ്ദിച്ച് തട്ടിക്കൊണ്ടുപോയ സംഘത്തെ അന്തിക്കാട് പോലീസ് പിന്തുടർന്ന് പിടികൂടി. പെരുങ്ങോട്ടുകര താന്യം വെള്ളിയാഴ്ച ചന്തയ്ക്ക് സമീപം വാഴൂർ കൃഷ്ണദേവിനെയാണ് തട്ടിക്കൊണ്ടുപോയത്. കൊടുങ്ങല്ലൂർ ഇറിയാട് സ്വദേശി ചെട്ടിയാറ ബിനിൽ, മൂത്തകുന്നം വടക്കേക്കര വാലത്ത് ആന്റണി റോഹൻ, ആലപ്പുഴ മാരാരിക്കുളം ഭവനിൽ നിതീഷ് എന്നിവരാണ് അറസ്റ്റിലായത്. വ്യാഴാഴ്ച രാത്രി ആയുധധാരികളായ 3 അംഗ സംഘം വീട്ടിൽ കയറി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച കൃഷ്ണദേവിനെ അടിച്ചവശനാക്കി കാറിൽ കയറ്റി കൊണ്ടുപോവുകയായിരുന്നു. 30 ലക്ഷം തന്നാൽ വിട്ടയക്കാമെന്ന് പറഞ്ഞായിരുന്നു തട്ടിക്കൊണ്ടുപോകൽ. വിവരമറിഞ്ഞെത്തിയ അന്തിക്കാട് പോലീസ് ഇവർ വന്ന എർട്ടിഗ കാറിനെ പിന്തുടർന്നു. തുടർന്ന് എറണാകുളം ഇടപ്പള്ളിയിൽ വെച്ചാണ് സംഘത്തെ പിടിക്കാനായത്. അന്തിക്കാട് പോലീസ് ഇൻസ്പെക്ടർ VS വിനീഷ്, SI മാരായ KJ പ്രവീൺ, S ഷിജു, അബ്ദുൽ സലാം, CPOമാരായ ബിനോയ്, സുർജിത്, സാഗർ, അഭിലാഷ്, അരുൺ എന്നിവരാണ് പ്രതികളെ പിടികൂടിയത്. സംസ്ഥാന വ്യാപകമായി നടന്ന ഭക്ഷ്യസുരക്ഷാ റെയ്ഡിൽ 90 കടകൾ പൂട്ടിച്ചു. ഓപ്പറേഷൻ ലൈഫിന്റെ ഭാഗമായി 2 ദിവസത്തെ സ്പെഷ്യൽ ഡ്രൈവിൽ സംസ്ഥാന വ്യാപകമായി 1993 സ്ഥാപനങ്ങളിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന നടത്തിയെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. കടകളിൽ ലഭ്യമാകുന്ന ഭക്ഷണത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനാണ് മെയ് മുതൽ ജൂലൈ വരെ നീണ്ടുനിൽക്കുന്ന ഓപ്പറേഷൻ മൺസൂണിന്റെ ഭാഗമായി നടത്തിയത്. ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാര മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിച്ച 90 കടകളുടെ പ്രവർത്തനം നിർത്തിച്ചു. ഹോട്ടൽ, റെസ്റ്റോറന്റ് എന്നിവയ്ക്ക് പുറമെ ഭക്ഷണ നിർമ്മാണവും വിതരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മുഴുവൻ സ്ഥാപനങ്ങളിലും ഓപ്പറേഷൻ മൺസൂണിന്റെ ഭാഗമായി പരിശോധനകൾ നടത്തും. വടഹനപ്പള്ളി തളിക്കുളം അമൃതബോധിനി ക്ഷേമസഭയുടെ നേതൃത്വത്തിൽ കേളപ്പേട്ടൻ എന്ന AR അയ്യപ്പന്റെ അനുസ്മരണം വടഹനപ്പള്ളി EMS ഹാളിൽ നടത്തി. അരനൂറ്റാണ്ടിൽ അധികമായി വടഹനപ്പള്ളി തളിക്കുളം മേഖലകളിൽ ധീവര സമുദായത്തിന്റെ ഉന്നമനത്തിനും ഐക്യത്തിനുമായി പ്രവർത്തിച്ചിരുന്ന കേളപ്പേട്ടൻ അമൃതബോധിനി ക്ഷേമസഭ, അമൃതബോധിനി എഡ്യൂക്കേഷൻ ട്രസ്റ്റ് എന്നിവയുടെ സ്ഥാപക പങ്കാളിയായിരുന്നു. വടഹനപ്പള്ളി തളിക്കുളം ധീവര സമുദായം നടത്തിവരുന്ന അശ്വതി ഭരണി ഉത്സവത്തിന്റെ പ്രധാനിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. അമൃതബോധിനി ക്ഷേമസഭ പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ കൂടിയ അനുശോചന യോഗത്തിൽ സാംസ്കാരിക, സാമൂഹിക, രാഷ്ട്രീയ പ്രവർത്തകർ പങ്കെടുത്തു. നാട്ടിക മണപ്പുറത്തെ പൊതുജീവിതത്തിൽ അരനൂറ്റാണ്ട് കാലം നിറസാന്നിധ്യമായിരുന്ന KV പീതാംബരന്റെ 4ാം ചരമവാർഷിക ദിനം ആചരിച്ചു. രാവിലെ സ്മൃതി മണ്ഡപത്തിലും നാട്ടിക ഏരിയയിലെ മുഴുവൻ ബ്രാഞ്ചുകളിലും പുഷ്പാർച്ചനയും പതാക ഉയർത്തലും നടന്നു. വൈകിട്ട് നാട്ടിക ശ്രീനാരായണ ഹാളിൽ നടന്ന അനുസ്മരണം മഹിളാ അസോസിയേഷൻ നേതാവ് KJ ഷൈൻ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ് അധ്യക്ഷനായി. CPM നാട്ടിക ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KA വിശ്വംഭരൻ, KR സീത, KC പ്രസാദ്, MR ദിനേശൻ, KB ഹംസ, KP പീതാംബരന്റെ പത്നി സരസ്വതി എന്നിവർ സംസാരിച്ചു. അന്തിക്കാട് ഗ്രാമപഞ്ചായത്തും അന്തിക്കാട് ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയും അന്തിക്കാട് ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററും സംയുക്തമായി യോഗാ ദിനം ആചരിച്ചു. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് KK വേലായുധൻ ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച യോഗ ക്ലാസ് പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PS സുജിത് അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗം രഞ്ജിത് കുമാർ, സെക്രട്ടറി CA വർഗീസ്, ഡോക്ടർ PJ ജിൻഡോ എന്നിവർ സംസാരിച്ചു. യോഗ പരിശീലകൻ വിപിൻ യോഗയെക്കുറിച്ച് വിവരണം നടത്തി. തുടർന്ന് ഹോമിയോ ഡിസ്പെൻസറിയിലെ യോഗ പഠിതാക്കളുടെ നേതൃത്വത്തിൽ യോഗ ഡാൻസും ഉണ്ടായി. 10ാമത് അന്താരാഷ്ട്ര യോഗാ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്ന വേളയിൽ നമ്മുടെ വെൽനസ് സെൻ്ററിൻ്റെ കൂടി പഞ്ചായത്തും കൂടി സംയുക്തമായി നടത്തുന്ന പരിപാടിയാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, യോഗയെക്കുറിച്ചുള്ള ഗുണങ്ങളൊക്കെ എല്ലാവർക്കും ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും നമുക്ക് അറിയാവുന്നതാണ്. സ്വാഗത പ്രസംഗത്തിൽ ഡോക്ടർ സൂചിപ്പിച്ചു. നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും അതുപോലെ പ്രകൃതിയെയും ഒരുമിപ്പിച്ച് കൊണ്ടുവരിക എന്നതാണ് യോഗ ദിനത്തിൻ്റെ ലക്ഷ്യം. 7ാമത് TMC ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണം ജൂൺ 23 ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണി മുതൽ ഗ്രാമ്യ ചാനലിലും TCB ഉത്സവ് ചാനൽ നമ്പർ 46ലും തത്സമയം കാണാം. തൃപ്രയാർ കിഴക്കേ നടയിലുള്ള കോർണിഷ് കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ചടങ്ങിൽ SSLC, +2, CBSE ഫുൾ A+, A1 നേടിയ വിദ്യാർത്ഥികൾക്ക് ട്രോഫികളും ക്യാഷ് അവാർഡും നൽകും. റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ പുരസ്കാര സമർപ്പണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. COA സംസ്ഥാന സെക്രട്ടറി PB സുരേഷ് അധ്യക്ഷനാകും. കൈപ്പമംഗലം MLA ET ടൈസൺ മാസ്റ്റർ ആദരിക്കൽ ചടങ്ങ് നിർവഹിക്കും. റിപ്പോർട്ടർ TV
കൺസൾട്ടിംഗ് എഡിറ്റർ പ്രൊഫസർ അരുൺ കുമാർ മുഖ്യപ്രഭാഷണം നടത്തും. ന്യൂസ് മലയാളം ചാനൽ മാനേജിംഗ് ഡയറക്ടർ അബൂബക്കർ സിദ്ദിഖ് മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കെടുക്കും. കൂടാതെ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ പങ്കെടുക്കും. സാക്സ്ഫോൺ കലാകാരൻ കിഷോർ കുമാറിന്റെ കലാവിരുന്നും ചടങ്ങിനോടനുബന്ധിച്ച് നടക്കും. ഇതോടുകൂടി ഗ്രാമീയ ഉച്ചവാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.